അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇൻട്രാക്ഷൻസിനെ ഞാനിപ്പോൾ നോക്കിക്കാണുകൊണ്ടിരിക്കുന്നത്. സോ ഹീ വിൽ ഗോ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദൂരം പാലക്കാടിന് വേണ്ടി പോകാൻ കഴിയാവുന്ന അയാളുടെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പം ഷാഫി എന്നുള്ളൊരു പേര് എന്നുള്ളത് മാത്രമല്ല, ഞാനിപ്പം പറയാൻ അയാൾ യേശുവിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് കാത്തലിക് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട്, ഗ്രൗണ്ടിലെ പഞ്ചായത്ത് ലെവലിലെ പ്രസിഡൻ്റായി, യേശുവിൻ്റെ അസംബ്ലി പ്രസിഡൻ്റായി, യേശുവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അഖിലേന്ത്യാ NSY കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്റ്റഡ് സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ ഒരു ചെറുപ്രായത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. അയാൾ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള ഒരാളല്ല. അയാൾക്ക് മോർ ദാൻ 17 years അയാൾ ഫീൽഡിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. 2011 ഷാഫി മത്സരിക്കുമ്പം ഇതുപോലെ അക്കമിട്ട് കോൺഗ്രസ് നേതാക്കളാരും ഷാഫിയുടെ ഒരു ചരിത്രം ഫുൾ ജനങ്ങളോട് ഇങ്ങനെ ആയാസപ്പെട്ട് വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല. ഷാഫിക്ക് ഇന്ന് അയാളുടെ KSU കാലം മുതൽ, സ്കൂൾ കാലം മുതൽ ഇതുവരെയുള്ള കാലം മുഴുവൻ ഓരോ തവണയും അയവിറക്കേണ്ടി വരികയാണ്. അത് തന്നെ കോൺഗ്രസ് നേരിടുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി. നിങ്ങൾ ഒരു കാര്യം, 2011 നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് എത്രയാണ്? നമുക്കന്ന് ഇൻസ്റ്റഗ്രാം ഉണ്ടോ? നമുക്കന്ന് ഫേസ്ബുക്ക് ഉണ്ടോ? ഇത്ര സജീവമായിട്ടുണ്ടോ? 2011 നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പ്രിൻ്റാണ്. അല്ലെങ്കിൽ ഒരു LED വാള് വെച്ചിട്ട് ആ LED വാൾ ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പം അന്ന് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം പ്രാദേശികമായിട്ടാണ് നിൽക്കുന്നത്. എന്നെ അന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞത് എന്താ? KSUവിൻ്റെ പട്ടാമ്പി കോളേജിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിച്ച ആളാണ്, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള ഈ ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ്. അപ്പം എന്നെ അന്ന് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ അതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. അല്ലാതെ എനിക്ക് എന്താ ഉള്ളത്? ഞാനൊരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് വരുന്നതല്ല, എനിക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് വേറെ ഇതല്ലാത്തൊരു ഫീൽഡിൽ വേറെ ഒന്നിലും ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ല. ഐ വാസ് ദ KSU സ്റ്റേറ്റ് പ്രസിഡന്റ്. ഞാനൊരു KSUക്കാരൻ എന്നുള്ള ലേബലിൽ തന്നെയാണ് എന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് അപ്പം അന്നത്തെ എൻ്റെ ഏജ് വെച്ചിട്ട് ലൈക്ക് ഹോപ്പാണ്, ഫ്യൂച്ചറാണ് എന്നുള്ള തരത്തിൽ അവതരിപ്പിച്ച് അന്ന് നേതാക്കന്മാർ അങ്ങനെ അവതരിപ്പിച്ചത് ആയാസപ്പെട്ടിട്ടല്ല. ഞാൻ ആ വാക്കൊന്ന് തിരുത്താണ്. അത് അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ രാഹുലിനെ പറയുന്നതും ആയാസപ്പെട്ട് പറയുന്നതല്ല, അഭിമാനത്തോടെ അയാൾ കടന്നു വന്ന വഴികളെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം എന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഷാഫി അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഷാഫി പറഞ്ഞാൽ തന്നെ അതിൻ്റെ മറുപടിയുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഷാഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ രീതിയിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള 24 രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയാണ്. അതായത് രാഹുൽ ഇന്നതാണെന്ന് വായനക്കാരൻ അല്ലെങ്കിൽ വോട്ടർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. അല്ല, അതിനുള്ള മറുപടിയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടെ പബ്ലിക്കിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് വി നോ ഹിം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാലം വി നോ ഹിം, ഞങ്ങൾക്ക് അറിയാം. അയാൾ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അയാൾ ഇടപെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അയാൾ ഇപ്പോൾ വയനാട് പോയി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം, അയാൾ സമരത്തിന് ഇറങ്ങി നിന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വിവരം ഞങ്ങൾക്ക് അറിയാം. അപ്പം എൻ്റെ അത്രയും ബുദ്ധിമുട്ട് രാഹുലിനെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് അയാൾ പടിപടി വന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പം അയാളുടെ വന്ന വഴിയിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അഭിമാന വഴിയിലൂടെയാണ് അയാൾ കടന്നു വന്നിട്ടുള്ളത്. അത് പറയുന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാളെ പാലക്കാട് കിട്ടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാലക്കാട് റാങ്ക് ആൻഡ് ഫയൽ ഇസ് ഓൾവേസ് റെഡി. പാർട്ടി ആഗ്രഹിച്ച, മുന്നണി ആഗ്രഹിച്ച, ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ സംഘടനാ രംഗത്ത് ഫ്രം ദ റൂട്ട്സ് വന്ന് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെ, KSUവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തൊട്ട് എലക്റ്റഡ് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ള അയാൾ ഓർഗനൈസേഷൻ ജേണി, പിന്നെ സമരം, സേവനം, ഓർഗനൈസിങ്, ഈ 3 കാര്യങ്ങളിലും അയാളിപ്പോൾ സംഘടനക്ക് നേതൃത്വം നൽകുന്ന രീതി, അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ സ്കിൽസ്, ടു ബി വെരി പ്രിസൈസ്, തെരുവിലാണെങ്കിലും മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നവമാധ്യമങ്ങളിലാണെങ്കിലും ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോഴുള്ള അയാളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ ഒരാൾ അസംബ്ലിയിൽ വേണമെന്ന് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പാലക്കാട്ട് ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു വിധിയെഴുത്ത് പാലക്കാട് ഉണ്ടാവും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, എണ്ണുമ്പോൾ ഞാൻ 3 പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അത് പാലക്കാട് ഞങ്ങളുടെ കാലത്ത് നടന്ന കുറേ കാര്യങ്ങളാണ്.
അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു അവസരം കിട്ടുന്നത് വരെ പാലക്കാടിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ സ്പോർട്സിൽ എത്രയോ നേട്ടങ്ങൾ ഉണ്ടാക്കണം, പാലക്കാട് ഒരു സിന്തറ്റിക് ട്രാക്ക് ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാട് ഒരു സിവിൽ സർവീസ് അക്കാഡമി ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാടിന് ഒരു ഫോക്ലോർ അക്കാഡമി ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാടിന് ഒരു പുതിയ നല്ല KSRTC ടെർമിനൽ പോലും ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്ന പോലെ ഒരു ഫുട്ബോൾ ടർഫ് ഗവൺമെൻറ് സെക്ടറിൽ നല്ല ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയാവുന്ന ഒന്നുമില്ല. യു ക്യാൻ കൗണ്ട് മെനി, ഒരുപാട് ഇപ്പം ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചതിൻ്റെ ഒരു എഫക്റ്റ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഭരണമാറ്റം കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധി ഇവിടെ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 എനിക്ക് ആദ്യത്തെ അവസരം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു പരിഗണന വീണ്ടും പാലക്കാടിന് കിട്ടാൻ പോകുന്നു. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങളെ ഫേവർ ചെയ്യുന്നു. അപ്പോൾ കംഫർട്ടബിളായി പിന്നെ ഞങ്ങൾ ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റും. സ്ഥാനാർത്ഥി വന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഞങ്ങളുടെ മുറിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ നന്നായിട്ട് കണക്ട് ആവുന്നു, നന്നായിട്ട് എൻകറേജ് ചെയ്യും. പക്ഷേ ഈ ഷാഫി എന്ന് പറയുന്ന ജനപ്രതിനിധി 3 തവണ പാലക്കാട് നിന്ന് ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ BJPയുടെ കടുത്ത ഈ പ്രതിയോഗികളെയൊക്കെ പ്രയോഗിച്ചാണ് ജയിച്ചത്. പക്ഷെ ഷാഫി അല്ല രാഹുൽ മാങ്കൂട്ടം. ആ ഒരു വ്യത്യാസം കോൺഗ്രസ് മനസ്സിലാക്കുന്നു. അല്ല, ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ആ പാർട്ടി തന്നെയല്ല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഐഡിയോളജിയിൽ തന്നെയാണ് ഷാഫി ഉള്ളതും ആ ഐഡിയോളജിയിൽ തന്നെയാണ് രാഹുൽ ഉള്ളതും. അപ്പം ജനങ്ങളുമായിട്ടുള്ള കണക്ട് എന്നുള്ളത് അതിപ്പോൾ ആരുടെയും കുത്തകാവകാശമൊന്നുമല്ല. അതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഐ ബീങ് വെരി ഫ്രാങ്ക്, ഞാനിങ്ങനെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി പറയുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് തോന്നുന്നു. പക്ഷെ ഞാൻ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 11-ലും 16-ലും 21-ലും ഇവിടെ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇവിടുത്തെ പബ്ലിക് ആ കാൻഡിഡേറ്റുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷൻസിനെ ഞാൻ കാണുന്നുണ്ട്. ഐ എം ക്ലോസ്ലി വാച്ചിങ്, ഐ എം ഒബ്സർവിങ് ഹാപ്പിലി, ഐ എം ഒബ്സർവിങ് പ്രൗഡ്ലി. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തെക്കുറിച്ച് വിമർശകർ പറയുന്നത്, പാർട്ടിക്കകത്തും പുറത്തും ഈവൻ ലെഫ്റ്റിലും ഒക്കെയുള്ള ആൾക്കാർ പറയുന്നത് ഒരു മികച്ച VD സതീശനാകാനല്ല, അദ്ദേഹം ഒരു പിണറായി വിജയനാകാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അത് ശരീരഭാഷയിലാകട്ടെ സംസാരിക്കുന്ന രീതിയിലാകട്ടെ കുറച്ചൊക്കെ ഈ ലെഫ്റ്റിൻ്റെതെന്ന് പറയപ്പെടുന്ന അരഗൻസിൻ്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹം VD സതീശൻ പിണറായിക്ക് പഠിക്കുകയാണോ? അയ്യേ, ഒരിക്കലും അല്ല. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും അതാവാൻ പഠിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരാൾക്കും ആവാൻ പഠിക്കാൻ പ്രചോദനമാകുന്ന ഒരാളല്ല പിണറായി വിജയൻ. അത് അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾ VD സതീശനാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയനാവാൻ ഒരിക്കലും VD സതീശൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം VD സതീശനാണ്. UDFിൻ്റെ ചെയർമാൻ്റെ പെർഫോമൻസിൻ്റെ ഒരു വിലയിരുത്തലാകുമോ ഇലക്ഷൻ എന്നാണ്? എലക്ഷൻ ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ വിലയിരുത്തലായിരിക്കും. അതിന് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോയുടെ വിലയിരുത്തലായിരിക്കും. ഒരു ഇൻഡിവിജ്വലിൻ്റെ വിലയിരുത്തലല്ല, കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലായിരിക്കും. ഞങ്ങൾക്കിപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ വിലയിരുത്തലാവും എന്ന് പറയാൻ കോൺഫിഡൻസ് കുറവുമില്ല. ആ അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് അദ്ദേഹം ഇതിന് നേതൃത്വം നൽകുമെന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജാണ്. 2021 ഇലക്ഷനിൽ ലെഫ്റ്റ് ഗവൺമെൻറ് തിരിച്ചു വന്നത് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലിലൂടെയാണ്. 2021 ലെഫ്റ്റ് ഗവൺമെൻറ് തിരിച്ചു വന്നതിൻ്റെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻ ഞാനിപ്പോഴും ഐ സ്ട്രോങ്ലി ബിലീവ് കോവിഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയ താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് ഓരോ ഇലക്ഷനിലും ആ സാഹചര്യം ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. കോവിഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയ സിറ്റുവേഷനെ ഗവൺമെൻറ് ശരിക്കും അവരുടെ ഒരു PR എക്സസൈസിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഉപയോഗിച്ചു. അതുവരെയുള്ള ഇൻകംബൻസിയിൽ നിന്ന് എല്ലാവരുടെയും വീട്ടിൽ എഫക്റ്റ് ചെയ്യപ്പെട്ടൊരു യുദ്ധത്തിലേക്ക് പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ സ്പേസിനേക്കാൾ കൂടുതൽ അപ്പോൾ എല്ലാവരും ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെ അവരുടെ ഒരു PR ഏജൻസിയുടെ കൂടെ സഹായത്തോടു കൂടി അവർ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, ആ കോവിഡ് ഉണ്ടായത് ഹിറ്റ് ചെയ്തത് മുതൽ ആ ഒരു വർഷത്തേക്ക് വരെയുള്ള സമയത്തിൽ അതിൻ്റെ ഒരു ഷാഡോസിൽ മറ്റെല്ലാ ചെയ്തികളും താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും അഴിമതിയൊക്കെ പറയുമ്പോൾ പോലും ആളുകൾക്ക് കേൾക്കാൻ ആളുകളുടെ ഒരു ഭയം എല്ലാ വീടുകളിലും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിലേക്കായിരുന്നില്ല ആളുകളെ അഡ്രസ്സ് ചെയ്യും അറ്റൻഷൻ. പക്ഷെ അതിൻ്റെ ശേഷം നമ്മൾ കോവിഡിനെ മാനേജ് ചെയ്ത രീതി പോലും പിന്നെ അതും കൂടുതൽ ഡിബേറ്റബിളായി. ആ സമയത്തായിട്ടില്ലായിരുന്നെങ്കിൽ അത് കൂടുതൽ ഡിബേറ്റബിളായി. ആ ഒരു പീരീഡ് ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക സിനാരിയോയിലാണ് അത് സംഭവിച്ചെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം 2020 ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിനെയും വേണ്ട വിധത്തിൽ പിന്നെ മാനേജ് ചെയ്യാൻ സാധിച്ചില്ല ഈ സിറ്റുവേഷനിലെ സാഹചര്യത്തിൽ. അതുപോലെ തന്നെ പിന്നെ ബൈ ഇലക്ഷൻസിൽ
പിന്നെ 2019 ബൈ ഇലക്ഷന് ശേഷം കിട്ടേണ്ടിയിരുന്ന റിസൾട്ടിനെ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ അന്ന് പിന്നെ ചെറിയ പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പൊ ആ തെറ്റുകളിൽ നിന്നെല്ലാം പാഠം പഠിച്ചിട്ട് ഇപ്പം 19 ലോക്സഭാ ഇലക്ഷൻ അതല്ലേ ഉദ്ദേശിച്ചത്? അതിന്റെ ശേഷം ഉണ്ടായ 2 ബൈ ഇലക്ഷൻ നമ്മൾ വേണ്ടത്ര പിന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട്, നമുക്ക് കിട്ടേണ്ടിയിരുന്ന റിസൾട്ട്, നമ്മൾ ഡിസേർവ് ചെയ്ത റിസൾട്ട് അല്ല അവിടെ വന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയേക്കാൾ നല്ല പ്രതിപക്ഷ നേതാവാണ്. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് എവിഡൻസുകൾ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഓരോന്നും ശരിയാണെന്നുള്ള, അന്ന് ഞാൻ പറഞ്ഞ ആ മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ ജനത്തിന് ചിന്തിക്കാൻ പറ്റാത്തത് ഇപ്പോൾ വന്നു. VD സതീശനും ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ഈസ് ഡൂയിങ് വെരി ഗുഡ്. വളരെ നന്നായിട്ട് തന്നെയാണ് അദ്ദേഹം അസംബ്ലിക്കകത്തും പുറത്തും. അവർ തമ്മിൽ ഒരാളെ കമ്പയർ ചെയ്തിട്ട് ഒരാൾ മേലെ ഒരാളെ താഴെയാക്കേണ്ട ഒരു എക്സസൈസിന് ഞാൻ നിൽക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ശരി, ഒന്ന് കുറച്ച് ഡിലേഡ് ആയിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിയർ സൈക്കോസിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കോവിഡിൻ്റെ ഒരു ആഗോളതലത്തിൽ തന്നെ. അത് പിന്നെ പലയിടത്തും ഗവൺമെൻറ്റുകളെ ആ ഒരു പിന്നെ സിറ്റുവേഷൻ സഹായിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ ഗവൺമെൻറ്റുകൾ ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഗവൺമെൻറ്റുകൾ, പിന്നെ പബ്ലിക് മണി ആണെങ്കിലും ആളുകൾ കൊടുക്കുന്ന സഹായമാണെങ്കിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഇതുവഴി മാത്രം നടക്കുന്ന ഒരു കാലവും സമയമൊക്കെ ആയിരുന്നല്ലോ. അപ്പം ദേ ബോത്ത് ആർ ഗുഡ്. അവർ രണ്ടുപേരും അവരുടേതായ രീതിയിൽ അവരുടേതായ ശൈലിയിൽ നല്ല രീതിയിൽ തന്നെ പിന്നെ UDF നേതൃത്വം നൽകുന്ന ആളുകളാണ്, പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്.